രണ്ട് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന രണ്ട് വ്യക്തികൾ. അതിലൊരു വ്യക്തി അദ്ദേഹം പറയാണ്, എനിക്ക് വേദപുസ്തകത്തെക്കുറിച്ച് ഒത്തിരി അറിവുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം, വേദപുസ്തകത്തിൽ നിന്നുള്ള അനേക പ്രഭാഷണങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ താൻ സമർത്ഥനുമാണ്. ശക്തമായ നിലവാരത്തിൽ അനേകരോട് ദൈവവചനത്തെക്കുറിച്ച് പറയാനും അനേകർക്ക് അതിൽ നിന്ന് പ്രോത്സാഹനവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, തനിക്കെതിരെ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ തനിക്ക് വേദന വരുന്നൊരു കാര്യം പറഞ്ഞാൽ, അത് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അത് പൊറുക്കാൻ കഴിയുന്നില്ല. വർഷങ്ങളായിട്ട് അത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമുള്ള ഒരു ക്രിസ്ത്യാനി. മറ്റൊരാള് അദ്ദേഹത്തിന് വലിയ ജ്ഞാനമൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാനും വലിയ കഴിവുണ്ടാകണമെന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇത് കഴിയുന്നുണ്ട്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അവരോട് പൊറുക്കാനും ക്ഷമിക്കാനും യേശുവിന്റെ സ്വഭാവം കാണിക്കാനും കഴിയും. ഈ രണ്ട് വ്യക്തികളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അറിവ് എത്രയോ ഉണ്ട് എന്ന് മറ്റൊരാൾ നമ്മളെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ ക്രിസ്തു സ്വഭാവമുണ്ട്, ക്ഷമിക്കാൻ കഴിയും, പൊറുക്കാൻ കഴിയും, പകയും പിണക്കവും കൂടാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അത് ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് സഹകരിക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ അറിവിനെ അല്ല നോക്കുന്നത്. പലപ്പോഴും നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് അവരുടെ അറിവിനെ, അവരെത്രമാത്രം അറിവുള്ളവരാണ്. അറിവല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അറിവ് വേണ്ട എന്നുള്ളതല്ല, അറിവ് വേണം. നമുക്ക് അറിവ് ആവശ്യമാണ്. വേദപുസ്തകത്തെക്കുറിച്ച് മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകളും ജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ അതിനുപരിയായി ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തു സ്വഭാവം. അത് ഏറ്റവും പ്രധാനം, ക്ഷമിക്കാൻ കഴിയുന്ന, പക കൂടാതെ പിണക്കങ്ങൾ കൂടാതെ സഹകരിക്കാൻ കഴിയുന്ന, കൂടെ നിർത്താൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, പൊറുക്കാൻ കഴിയുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന, അവരെ മുമ്പോട്ട് മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല, ഇന്റൻഷൻസ് ഒന്നും എൻ്റെ റോങ് അല്ല, അങ്ങനെ വിതൗട്ട് എനി റോങ് ഇന്റൻഷൻസ് അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. ആ ഒരു പേഴ്സണാലിറ്റിയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം അറിവിനെ അല്ലെങ്കിൽ നാം അറിഞ്ഞതിനെ അടിസ്ഥാനമാക്കി, നമ്മുടെ കഴിവിനെ അടിസ്ഥാനമാക്കി ദൈവപ്രസാദകരമായ ഒരു ജീവിതം എന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കും. നമുക്കതുകൊണ്ട് അങ്ങനെ ക്രിസ്തു സ്വഭാവമുള്ള, ക്രിസ്തുവിനോട് അനുരൂപരായിത്തീരുന്ന സ്വഭാവമുള്ളവരായി തീരാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഞാനിങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ട്, ക്യാരക്ടർ ഓഫ് ജീസസ് that we need to cultivate, but charisma of Jesus, it's a gift. കരിഷ്മ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്, ബട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് we need to cultivate. ഫിലിപ്പിയ ലേഖനം 2:5 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം, the attitude that Jesus Christ had, the same attitude we also need to have. നമുക്കും അതേ ആറ്റിറ്റ്യൂഡ്, അതേ മനോഭാവം, അതേ സ്വഭാവം ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അത് ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിന്, ഒരു വ്യക്തിത്വത്തിന് വഴിതെളിക്കും. അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാനിടയാകും. ഗോഡ് ബ്ലസ് യു.